ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചറായിരുന്നു ലൈനിൽ. എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് PS പ്രശാന്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാറും കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ്. അജികുമാറിനെയും ഇപ്പോൾ പോലീസ് ക്ലബിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ സുപ്രധാനമായ വിവരം വരുന്നു. PS പ്രശാന്തിനെയും അജികുമാറിനെയും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ ഹാജരാക്കും. പോലീസ് ക്ലബിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്നുള്ളതാണ് വളരെ സുപ്രധാനമായ വിവരം. മനോജിലേക്ക് പോകുന്നു. മനോജ്, കൂടുതൽ പേരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു, കൂടുതൽ പേർ കസ്റ്റഡിയിലാകുന്നു എന്നുള്ള സുപ്രധാനമായ വിവരമാണ് മനോജ് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ SP ശശിധരൻ അടക്കമുള്ളവർ അവിടെ ഉണ്ട്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഈ അജികുമാറിന്റെ കസ്റ്റഡി കൂടി വരുമ്പോൾ ഇത് എത്രത്തോളം നിർണായകമാകും മനോജ്? രാഹി, PS പ്രശാന്തിന്റെ അറസ്റ്റിന് പിന്നാലെ തന്നെ അജികുമാറിനെ കൂടെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. കായംകുളത്ത് നിന്നാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ഇപ്പോൾ കൊല്ലത്തെ പോലീസ് ക്ലബിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇരുവരെയും ഇപ്പോൾ പോലീസ് ക്ലബിനുള്ളിൽ ചോദ്യം ചെയ്യുകയാണ്. ഇതിനുശേഷമാണ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് ഇരുവരെയും കൊണ്ടുവരിക. അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. ഈ അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള SP ശശിധരനടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇരുവരെയും വിജിലൻസ് കോടതിയിലേക്ക് ഹാജരാക്കും. നേരത്തെ തന്നെ നമുക്കറിയാം, മുൻ ഭരണസമിതി ഉണ്ടായിരുന്ന സമയത്ത്, അതായത് 2019 നടന്ന സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ 2025 ഉണ്ടായി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അത് പ്രസിഡന്റ് മാത്രമല്ല, മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഇതിൽ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതിനനുസരിച്ച് തന്നെയായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയത്. എന്തായാലും ഈ അജികുമാറിനെ കൂടെ കസ്റ്റഡിയിലെടുത്തതോടുകൂടി കേസിന്റെ ഈ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടെ കടക്കുകയാണ്. ആർക്കൊക്കെയാണോ ഇതിൽ പങ്കുള്ളത് അവരെയൊക്കെ തന്നെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ PS പ്രശാന്തിനെയും അജികുമാറിനെയും അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ ഹാജരാക്കും. ഇരുവരെയും ഇപ്പോൾ പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്യലിന് വിധേയരാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് രാവിലെയാണ് PS പ്രശാന്തിന്റെ കസ്റ്റഡി ഉണ്ടായത്. തുടർന്ന് അറസ്റ്റ് നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. 1 മണിക്കൂർ 40 മിനിറ്റ് ജനം TV സംഘം SIT സംഘത്തോടൊപ്പം തന്നെ സഞ്ചരിച്ചു. തിരുവനന്തപുരം കരകുളത്ത് നിന്ന് കൊല്ലം പോലീസ് ക്ലബിലേക്കായിരുന്നു ആ യാത്ര. ഇപ്പോൾ ഇരുവരെയും പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്യുന്നു എന്നുള്ള വളരെ നിർണായകമായ ഒരു വിവരമാണ് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്.